അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഇൻസ്റ്റന്റ് ഉണ്ണിയപ്പമാണ്. 5-10 മിനിറ്റിൽ നമുക്ക് എങ്ങനെ ഒരു പെർഫെക്റ്റ് സോഫ്റ്റ് ആയിട്ടും പഞ്ഞി പോലെ ഇരിക്കുന്ന ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ആസിഫാക്കി ഫൺവേൾഡ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണാൻ ശ്രമിക്കണേ. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് അരിയൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ പച്ചരിപ്പൊടിയാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടി ഞാൻ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി എടുത്തതിന്റെ ആ കപ്പിൽ 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ചേർക്കുമ്പം ഹാർഡാവും, അപ്പം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും മൈദ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇനി മാറ്റി വെച്ചിട്ട് ശർക്കര പാവ് റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി 2 അച്ച് ശർക്കര 1 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മെൽറ്റാക്കി എടുക്കണം. ശർക്കര പാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരിച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ചൂടോടുകൂടി തന്നെ നേരത്തെ മാറ്റി വെച്ച ആ പൊടികളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടോടുകൂടി തന്നെ പൊടികളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഉണ്ണിയപ്പം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം കുറേശ്ശായി ഒഴിച്ചിട്ട് നമുക്ക് ദോശമാവിന്റെ കൺസിസ്റ്റൻസിയിൽ ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ബാറ്റർ റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കണം. തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. ഉണ്ണിയപ്പത്തിന്റെ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയപ്പത്തിന്റെ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ഉണ്ണിയപ്പത്തിന്റെ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പം ഫ്രൈ ചെയ്തതിനായിട്ട് ഉണ്ണിയപ്പ ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി വരണം. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ ഉണ്ണിയപ്പം പൊങ്ങി വരത്തുള്ളൂ. അപ്പോൾ ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കണം. 2 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. കണ്ടോ, ഉണ്ണിയപ്പം നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഉണ്ണിയപ്പം നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം നല്ലതുപോലെ വന്നിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്.
അപ്പോൾ മറുവശം നല്ലതുപോലെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റാം. കണ്ടോ, ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുന്നുണ്ട്. വെന്തിട്ടുണ്ട്. 2 ഭാഗവും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് ഓരോന്നായിട്ട് മാറ്റാം. അപ്പോൾ ഉണ്ണിയപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 30 ഉണ്ണിയപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഈ റെസിപ്പി ഫോളോ ചെയ്യുന്നവർക്ക് ഒരു 30 ഉണ്ണിയപ്പം കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ, സി യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.